നമ്മുടെ സ്പോക്കറ്റിൻ്റെ അടിയിട്ട് ഇതേപോലെ കൈ കയറി കഴിഞ്ഞാൽ ഒരു കറക്കം കഴിഞ്ഞിട്ടാണ് നിൽക്കുള്ളൂ. അപ്പോഴത്തേക്കും കൈയൊക്കെ 2 പീസായി ഉണ്ടാവും. ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമിനാറിൻ്റെ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകുകയാണ്. എന്തായാലും ചെയിൻ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. കാരണം ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണ്, നമുക്ക് പാഡൊക്കെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പാഡൊക്കെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ജസ്റ്റ് ഒരു തടിയിലാണ് നമ്മൾ വെച്ചേക്കണേ. സിങ്ങാമേറ്റ് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും മണ്ണ് പൊടിയാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അങ്ങനത്തെ മണ്ണാണ്, അത് കാരണം ജസ്റ്റ് ഒരു പ്ലൈവുഡിൻ്റെ പൊക്കത്താണ് നമ്മൾ വെച്ചേക്കണേ. പിന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിലാണ് കാര്യങ്ങളൊക്കെ ഇരിക്കണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ സ്പോക്കറ്റിൻ്റെ ആ ഭാഗമൊക്കെ അടിച്ചിട്ട് ഡീസൽ അടിച്ച് വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് ചെയിൻ ലൂബ് അല്ല ചെയിൻ ക്ലീനറോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഡീസലാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. സ്റ്റാൻഡിലാണ് വണ്ടി ഇരിക്കണേ. അപ്പോൾ ഇതുകൊണ്ട് സ്റ്റാൻഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് വെച്ചാൽ വലിയ തരത്തിലുള്ള പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങളിവിടെ ഇങ്ങനെ താങ്ങ് വെക്കുമ്പോൾ ജസ്റ്റ് നോക്കണം. കാരണം കല്ലോ കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല. ഇഷ്ടിക കഷ്ണങ്ങളൊക്കെ വെക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. ജസ്റ്റ് പാഡൊക്കെ ഉണ്ടെങ്കിൽ എത്ര നല്ലത് പാഡൊക്കെ വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം കിട്ടും നമ്മുടെ വണ്ടി ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കാനായിട്ട്. സ്റ്റിക്ക് വെക്കുക. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതാണ് ജസ്റ്റ് തടിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കണേ. പിന്നെ വയ്ക്കുമ്പോൾ ഒരു കാര്യം നോക്കണം, നമ്മുടെ സൈലൻസിൽ മുട്ടാണ്ട് നോക്കണം. കാരണം വലിയ ഡിസ്റ്റൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കണം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ബാക്കും ചെയിനും മാത്രമേ ക്ലീൻ ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മളത് ഈ ഭാഗം കൂടി നല്ലോണം ക്ലീൻ ചെയ്യണം. കാരണം ഗ്യാപ്പിലൊക്കെ നല്ലോണം ചെളിയും കാര്യങ്ങളൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ആ ഗ്യാപ്പ് നമ്മൾ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഡീസലൊന്ന് സ്പ്രേ ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ തന്നെ നമ്മൾ അഴുക്കൊക്കെ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ താഴേക്ക് വീണ് കാണാം. അപ്പോൾ വണ്ടി ഗിയറിലിട്ട് ചെയിൻ ക്ലീൻ ചെയ്യരുതെന്ന് പറയാൻ കാരണം ഇതാ, നമ്മൾ കൈ വെച്ച് കറക്കുവാണെങ്കിൽ നമുക്കത് ജസ്റ്റ് കൺട്രോൾ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗിയറിലിട്ട് കറക്കുവാണെങ്കിൽ പുറത്തുനിന്ന് ചെരിച്ച് വെച്ചേക്കണ കാരണം നമ്മുടെ സ്പീഡ് നല്ലോണം കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നൈസായിട്ട് നമ്മുടെ സ്പോക്കറ്റിൻ്റെ അടിയിട്ട് ഇതേപോലെ കൈ കയറി കഴിഞ്ഞാൽ ഒരു കറക്കം കഴിഞ്ഞിട്ടാണ് നിൽക്കുള്ളൂ. അപ്പോഴത്തേക്കും കൈയൊക്കെ 2 പീസായി ഉണ്ടാവും. ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവരെ അറിയാവുന്നതുകൊണ്ട് പറയാനാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങളിങ്ങനെ പയ്യെ കറക്കി ചെയ്യുക. 2 ഉണ്ട് ഉപകാരം. ഒന്ന്, നമ്മുടെ കൈ സേഫായിരിക്കും. 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഡൊമിനാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആവശ്യമില്ല. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ഗിയർ ഇട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. കാരണം സൈഡ് സ്റ്റാൻഡ് വെച്ചേക്കണം. കാരണം ഗിയർ ഇടുമ്പോഴത്തേക്കും വണ്ടി ഓഫാവും. നിങ്ങളുടെ കയ്യിൽ മറ്റേ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം കുറച്ചും കൂടി ഈസി ആയിരിക്കും അത് വെച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാടൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഡീസൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് ചെളിയും കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് പോകണേ. അതുകൊണ്ട് 2 പ്രാവശ്യം ബ്രഷ് ചെയ്യണം. നമുക്കിപ്പോൾ ഇത് എന്തോരം പോയിട്ടുണ്ടെന്ന്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിയിട്ടൊക്കെ ഒന്ന് കാര്യമായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ചേസ് നമ്പറൊക്കെ അവിടെയുണ്ട്. ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ചെളി കയറാൻ ചാൻസ് ഉണ്ട്. അത് തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഡീസലൊക്കെ ജസ്റ്റ് ഒന്ന് ഉള്ളിയിട്ട് ഇറങ്ങാൻ വേണ്ടി 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അതിന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഇതേപോലെ വാഷ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഗ്യാപ്പിലൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് തോണ്ടിയെടുക്കണം നല്ലതായിരിക്കും. കാരണം എന്നാലാണ് അതൊന്നും കൂടി വൃത്തിയാവുള്ളൂ ശരിക്കും കറക്റ്റ് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രഷ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. 2 റൗണ്ട് നമ്മൾ ഡീസൽ വെച്ച് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് ബ്രഷ് ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. എത്രമാത്രം അഴുക്കൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത്യാവശ്യം ഒരു 80% ചെയിൻ ക്ലീൻ ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇതാണ് ചെയിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. ഫ്രണ്ടിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അത് നമ്മുടെ അടിയിട്ട് വയ്ക്കുക. ചേസ് നമ്പർ ഇപ്പോൾ അത്യാവശ്യം കാണുമെങ്കിലും ചെയ്യാം. നേരത്തെ ഒരു തരി പോലും കാണില്ലായിരുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ സ്പോക്കറ്റിൻ്റെ ഇടയിലൊക്കെ മണ്ണിരിക്കണതിൻ്റെയാണ് ഈ ഒരു ഒച്ച കേൾക്കണേ. പിന്നെ എൻ്റെ ഒരു ഇത് വെച്ച് കുറച്ചും കൂടി ക്ലീൻ ആവാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ടും കൂടി വാഷ് ചെയ്തിട്ട് നിർത്തും. നമ്മുടെ ചെയിൻ ലൂബ് കളയാൻ വേണ്ടിയാണ് നമ്മൾ ഡീസൽ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഡീസൽ നമ്മൾ നല്ലോണം ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ നമ്മുടെ ചെയിൻ ലൂബ് അപ്ലൈ ചെയ്താൽ പിടിക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ടും കൂടി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ലൂബ് ചെയ്യണം കാണാം. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ലുക്കെന്ന് പറയുന്നത് ഇതാണ്. ചെയിൻ കറങ്ങണതിൻ്റെ സൗണ്ട് അല്ലാണ്ട് നമ്മുടെ മണ്ണിൻ്റെ സൗണ്ടോ കാര്യങ്ങളൊന്നും കേൾക്കാറില്ല. ഞാനിങ്ങനെയാണ് യൂഷ്വലി ക്ലീൻ ചെയ്യാറ്. ഈ മണ്ണിൻ്റെ സൗണ്ട് പോകണവരാണ് ഞാൻ ക്ലീൻ ചെയ്യാറ്. ആ സൗണ്ട് ഇല്ലാത്തപ്പോൾ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ താഴത്തെയും ആ ചെളിയൊക്കെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞ് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറായി തുടങ്ങിയിട്ട്. നമ്മൾ കടയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഏകദേശം 150 രൂപയ്ക്ക് നമ്മുടെ വണ്ടി ക്ലീൻ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡീസൽ അടിച്ച് ഇതും ക്ലീൻ ചെയ്ത് തരും. പക്ഷേ ഇത് ജസ്റ്റ് വെറും 50 രൂപയാണ് നമുക്കായിട്ടുള്ളൂ, ആ ഡീസലിൻ്റെ കോസ്റ്റ് മാത്രം. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡീസൽ ഒഴിച്ച് കഴിയണം, ജസ്റ്റ് ഒന്ന് ഉണങ്ങണം. കാരണം
ഡീസലിൽ നമ്മുടെ ലൂബ് പിടിക്കില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ജസ്റ്റ് ഉണങ്ങാൻ നിർത്തിയിട്ട് നമുക്ക് ലൂബ് അടിക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇതാണ്, ചെളിയും കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ലൂബ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഗ്ലോസിലിൻ്റെ ചെയിൻ ലൂബാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ലിക്യുമോളി മോട്ടിയോടൊക്കെ യൂസ് ചെയ്തു, പക്ഷേ നമ്മൾ ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ 250 കിലോമീറ്ററിലും ലൂബ് ചെയ്യണം. അപ്പോൾ അതൊന്നും അത്ര വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയില്ല, കാരണം അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് ലൂബ് യൂസ് ചെയ്താലും 250 ക്ലീൻ ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നി ഈ ലൂബാണ്. അപ്പോൾ നമുക്ക് ലൂബ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ലൂബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൂബ് ചെയ്തൊരു 20 മിനിറ്റ് ഇരിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാലാണ് ആ റിങ്ങിൻ്റെ ഉള്ളിട്ടൊക്കെ അത് ജസ്റ്റ് കറക്റ്റായിട്ട് ഇറങ്ങുള്ളൂ. എന്നിട്ട് വണ്ടി ഓടിച്ചിട്ടാണ് കാര്യമുള്ളൂ. പിന്നെ ലൂബ് ചെയ്യുമ്പോൾ ഇത് ഓവറാവാണ്ട് നോക്കണം. ഓവറായി ഇങ്ങനെ താഴേക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പുറത്ത് മോൾ ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ലൂബ് കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് ടയർ കറക്കുമ്പോൾ. ഇപ്പോൾ ലൂബ് ചെയ്യുമ്പോൾ ഓവറാവാണ്ട് നോക്കുക. ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ഒരു റൗണ്ട് അടിക്കുക, അതിൻ്റെ ആവശ്യമുള്ളൂ. വേണമെങ്കിൽ ഫ്രണ്ടിലും കുറച്ച് അടിച്ചേക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. ജസ്റ്റ് 50 രൂപയ്ക്ക് നമ്മുടെ ചെയിൻ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ എനിക്കറിയാം വണ്ടി മൊത്തം അഴുക്കാണെന്നറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയായിരുന്നു, അതിൻ്റെയാണിത്. ഇപ്പം ഒരു ദിവസം കഴിയാൻ എന്നെക്കൊണ്ടാവില്ല, കാരണം ഇപ്പോൾ തന്നെ ഏകദേശം 2-2.5 മണിക്കൂറായി. ഇപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് വേണം ചെയ്യാം. അപ്പോൾ കാലൊക്കെ നല്ല രീതിയിൽ തന്നെ വേദനയുണ്ട്. അപ്പോൾ വേറൊരു ദിവസം ആയിരിക്കും വണ്ടി കഴുകണേ. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ കാരണം ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നാലാണ് വീഡിയോ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.